പറഞ്ഞല്ലോ എത്ര പേർക്കാണ് ഉള്ളത്? 2 പേര്. അളക്കുന്ന അതുപോലെ ഒരു ബക്കറ്റ് കഞ്ഞി. അല്ലേ പറഞ്ഞത് 2 പേർക്കുള്ളതല്ലേ? വിവിധ ആഘോഷങ്ങൾ, ജന്മദിനങ്ങൾ, വിവാഹങ്ങൾ അങ്ങനെയുള്ള ചടങ്ങുകൾ എല്ലാം വെട്ടിച്ചുരുക്കി കനുവിൻ്റെ പ്രവർത്തനവുമായി നിരവധി ആളുകൾ സഹകരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഏതാണ്ട് രാഷ്ട്രീയ പ്രവർത്തനം കൊടി പിടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും മാത്രമല്ല, സാമൂഹികവും മാനവികവുമായ ഒട്ടേറെ ആശയങ്ങളുടെ പൂർത്തീകരണവും അത് പുതിയ സമൂഹത്തിലേക്ക് വഴികാട്ടിയാവുന്നത് എങ്ങനെയെന്നു കൂടിയാണ് പുത്തൂർ മാവടിയിലെ കനിവ് പുതുലോകത്തിന് മുന്നിലേക്ക് കാഴ്ചവെക്കുന്നത്. സംഘടനയുടെ പേരിൽ പോലും എത്രമാത്രം ആർദ്രത കൈവരിക്കാൻ കഴിഞ്ഞു എന്നതാണ് കനിവെന്ന പേര് തിരഞ്ഞെടുത്തതിലൂടെ ഇതിനെ തോളേറ്റ് വന്നവർക്കുള്ള അഭിമാന നേട്ടം. മാവടി എന്ന കൊച്ചു പ്രദേശത്ത് 4ഓളം പുതിയ വീടുകളാണ് കുറച്ചു മാത്രം പ്രവർത്തകരുള്ള കനിവ് നിർമ്മിച്ചു നൽകിയത്. അതും പൂർണ്ണമായും അർഹരായവർക്ക്, ഒപ്പം ചേർത്ത് നിർത്തേണ്ടവർക്ക്. പെൺകുട്ടി ഉന്നത വിജയം നേടിയപ്പോൾ അന്വേഷിക്കാനെത്തിയവർ കണ്ടത് കുളിമുറിയിൽ പഠിക്കുന്ന കുട്ടിയെ. അപ്പോൾ തന്നെ ലക്ഷങ്ങൾ ചെലവിട്ട് പഠനമുറി. ഇപ്പോൾ പകൽ വീട്, ആംബുലൻസ് സർവീസ്, പാലിയേറ്റീവ് കെയർ. ഏതൊരു പൊതുപ്രവർത്തകരും എത്താൻ ആഗ്രഹിക്കുന്ന ഉയരങ്ങളിലേക്കാണ് കനിവ് പടർന്നു കയറുന്നത്. പിന്നീട് 4 വീട് കൊടുത്തു. അപ്പോൾ ഒരു പകൽ വീടിനുള്ള സൗകര്യം അവിടെ ഉണ്ടാക്കി. ചികിത്സാ സഹായം കൊടുക്കുന്നുണ്ട്, പാലിയേറ്റീവ് പ്രവർത്തനമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ താലൂക്ക് ആശുപത്രിയിൽ ഇരിക്കുന്ന സൗകര്യം കൂടി ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. ഇത് കൂടുതൽ നമ്മൾ പ്രസംഗത്തിൻ്റെ ഈ സമയമെടുക്കലിൻ്റെ നാട്ടുകാരുടെ മനസ്സിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ കൂടി ധാരാളം വിമർശിക്കാം, ഇതൊന്നും ചെയ്യുന്നത് പോരാന്ന് പറയാം, ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പറയാം. ഇവിടെ എല്ലാം നിൽക്കുന്നതിനകത്ത് ആ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവരാണ്. പക്ഷെ ധാരാളം ആളുകൾ ഈ കാര്യങ്ങൾക്ക് സഹായിക്കാൻ രാഷ്ട്രീയത്തിലും കക്ഷി രാഷ്ട്രീയത്തിലും ജാതി മതത്തിനും ഒക്കെ അതീതമായി നമ്മുടെ നാട്ടിൽ സഹായിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇവിടെ നടത്തുന്ന പ്രവർത്തനം വളരെ നന്നായ നല്ലൊരു മാതൃകയാണ്. അതിന് എല്ലാ പിന്തുണയും നമുക്കെല്ലാം കൊടുക്കാം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വൈകുന്നേരങ്ങളിലെ ഭക്ഷണം നൽകുകയാണ് കനിവ്. ആഹാരം നൽകുന്നു എന്നത് എളുപ്പമാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ അതിൻ്റെ വോളണ്ടിയേഴ്സ് തന്നെ തയ്യാറാക്കി ആശുപത്രിയിലെത്തി വിളമ്പി നൽകുന്നു എന്ന് പറയുമ്പോഴാണ് ആ സംഘടനയും അതിൻ്റെ പ്രവർത്തകരും എത്ര വലിയ സന്ദേശവും ആശയവുമാണ് ഈ നന്മ കണി കാണാൻ പോലും കിട്ടാത്ത പുതിയ ലോകത്തിന് മുന്നിലേക്ക് വയ്ക്കുന്നത്. കനിവ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന വ്യത്യസ്തങ്ങളായ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഒരു വർഷക്കാലം കൊട്ടാരക്കര ഗവൺമെൻറ് ആശുപത്രിയിൽ കിടപ്പ് രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും സായാഹ്ന ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് കനിവ് തീരുമാനിച്ചു. വരുന്ന ഒരു വർഷക്കാലം തുടക്കമെന്നുള്ള നിലയ്ക്ക് എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഇവിടുത്തെ മുഴുവൻ കിടപ്പ് രോഗികൾക്കും ഏതാണ്ട് ഞങ്ങൾ കണക്കെടുത്തപ്പോൾ 250 പേർക്ക് സായാഹ്ന ഭക്ഷണം വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിവിധ ആഘോഷങ്ങൾ, ജന്മദിനങ്ങൾ, വിവാഹങ്ങൾ അങ്ങനെയുള്ള ചടങ്ങുകൾ എല്ലാം വെട്ടിച്ചുരുക്കി കനുവിൻ്റെ പ്രവർത്തനവുമായി നിരവധി ആളുകൾ സഹകരിക്കുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഒരു പുതുലോകം മാവടി എന്ന ഗ്രാമത്തിൽ കനുവിനോടൊപ്പം ചേർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് നാട്ടിലെ ഓരോരുത്തരുടെയും വിശേഷങ്ങൾ, ജന്മദിനമാകട്ടെ, വീടിൻ്റെ പാലുകാച്ചാവട്ടെ, വിവാഹ വാർഷികമാകട്ടെ, എല്ലാം ഈ കനുവിനോടൊപ്പം ചേർന്ന് നടത്തുന്നതിന് അവരുടെ സഹായത്തോടു കൂടി എല്ലാമാണ് ഈ രോഗികൾക്ക് സായാഹ്ന ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. അതോടൊപ്പം ഇപ്പോൾ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ ദിവസവും കൊടുക്കണം എന്ന് തന്നെയാണ് കനുവിൻ്റെ ആഗ്രഹം. അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പയറും അച്ചാറും അതുപോലെ തന്നെ അല്ലാത്ത ദിവസങ്ങളിൽ കഞ്ഞിയും കടലയും കഞ്ഞിയും മുതിരയും ഒക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് ഞങ്ങൾ ഉണ്ടാക്കി ഇവിടെ എല്ലാ ദിവസവും വൈകിട്ട് 5:30 മണിക്ക് കൊണ്ട് കൊടുക്കുക. 5:30ക്കും 6:00നും ഇടയ്ക്കുള്ള സമയത്ത് കൊണ്ട് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കനുവിൻ്റെ വോളണ്ടിയേഴ്സ് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നതും ഇവിടെ വന്ന് മാവടി വെച്ചുണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് രോഗികൾക്ക് വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല സാമൂഹ്യ ജീവിതത്തിൽ, എല്ലാം തിരികെ പിടിക്കാനാവുമെന്ന് വാക്കുകൾ കൊണ്ട് പകർന്നു നൽകാൻ കഴിയാത്ത നന്മയുടെ ഒരു ലോകമാണ് കനിവിലൂടെ കനിവ് കാട്ടിത്തരുന്നത്.